ഹായ്, ജോസ് കാപ്പൻ സാറാണ്. പുതിയൊരു ചെറിയ ഷോർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, 5 ആളുകളെ ഒരു വരിയിൽ അല്ലെങ്കിൽ നിരയിൽ എത്ര വിധത്തിൽ അണിനിരത്താം? ഇങ്ങനൊരു ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യും? 5 ആളുകളെ ഒരു വരിയിൽ അല്ലെങ്കിൽ നിരയിൽ എത്ര വിധത്തിൽ അറേഞ്ച് ചെയ്ത് നിർത്താം അല്ലെങ്കിൽ അണിനിരത്താം? എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അത് പെർമ്യൂട്ടേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ആക്ച്വലി നമുക്ക് ചോദ്യങ്ങൾ PSC പരീക്ഷകൾ കയറി വരാറുണ്ട്. തന്നിരിക്കുന്ന സംഖ്യ അതിൻ്റെ ഫാക്ടോറിയൽ എടുക്കുന്നതായിരിക്കും ഉത്തരം. 5 ആളുകളെ ഒരു വരിയിൽ എത്ര വിധത്തിൽ അണിനിരത്താം എന്ന് ചോദിച്ചാൽ ഉത്തരം 5ൻ്റെ ഫാക്ടോറിയൽ ആയിരിക്കും. അതായത് 120 ഉത്തരം. 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 മുതൽ 5 വരെ ഗുണിക്കുക എന്നാണ് കേട്ടോ. ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ ആ സംഖ്യ വരെ ഗുണിക്കുക എന്നർത്ഥം. അപ്പം 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെ ഗുണിക്കുകയാണ്. അപ്പം 6 ആളുകളെ ഒരു വരിയിൽ അല്ലെങ്കിൽ നിരയിൽ എത്ര വിധത്തിൽ അണിനിരത്താം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? 6ൻ്റെ ഫാക്ടോറിയൽ ആയിരിക്കും ഉത്തരം. അപ്പം നോട്ടായിട്ട് എഴുതാനാണെങ്കിൽ n ആളുകളെ ഒരു വരിയിൽ n ഫാക്ടോറിയൽ വിധത്തിൽ അണിനിരത്താം. ഇനി ഇതേ ചോദ്യം n ആളുകളെ ഒരു മേശയ്ക്ക് ചുറ്റും എത്ര വിധത്തിൽ അണിനിരത്താം എന്നാണെങ്കിലോ? ഇപ്പോൾ ചോദ്യം ഇതാണ്, 6 ആളുകളെ ഒരു മേശയ്ക്ക് ചുറ്റും എത്ര വിധത്തിൽ അണിനിരത്താം എന്നാണെങ്കിൽ 1 കുറച്ചിട്ട് ഫാക്ടോറിയൽ എടുക്കുന്നതായിരിക്കും ഉത്തരം. 6 ആളുകളെ ഒരു മേശയ്ക്ക് ചുറ്റും എത്ര വിധത്തിൽ അണിനിരത്താം എന്ന് ചോദിച്ചാൽ മക്കളെ 5ൻ്റെ ഫാക്ടോറിയലായിരിക്കും ഉത്തരം. ഓർത്ത് വെക്കുക, വരിയിൽ നിരയിലാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ ഫാക്ടോറിയൽ, മേശയ്ക്ക് ചുറ്റും എന്നാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്ന് 1 കുറച്ചതിൻ്റെ ഫാക്ടോറിയൽ. നമുക്ക് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണിത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്